ഹലോ. ഞാൻ ടീച്ചേഴ്സ് ഫെസ്റ്റ് ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആ, ഞാൻ നേരെ പോയത് നമ്മുടെ ഹൈലൈറ്റ് മോളിലേക്കാണ്. എൻ്റെ അനിയത്തിയും മക്കളും വെയിറ്റിംഗ് ആയിരുന്നു. അവർ കുറേ നേരമായിട്ട് വന്നിട്ട്. അപ്പം ഞങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സും പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ടീച്ചേഴ്സ് ഫെസ്റ്റ്. അപ്പോൾ ആ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് വേണം ഞാൻ എത്താൻ. അങ്ങനെ ഞാൻ എത്തി. പിന്നെ അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. അവരപ്പോഴേക്കും ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെത്തിയപ്പോൾ ഞാൻ ആകെ ടയേർഡായി. പിന്നെ കണ്ണനതാ എൻ്റെ അനിയത്തി ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അങ്ങനെ പിന്നെ വാമി കുറച്ച് ദേഷ്യത്തിലായിരുന്നു. പിണങ്ങി നിൽക്കുകയാണ്. അങ്ങനെ കുറേ പിണങ്ങി അവൾ കരഞ്ഞു. അങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഓക്കെ ആയി. പിന്നെ വാമിയും ഉണ്ണിയും നല്ലോണം കളിച്ചു. കുറേ കളിച്ച് അങ്ങനെ പിന്നെ അവർ ഓക്കെ ആയി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോകാനുള്ള ഇതിലാണ്. സുഡിയോയിൽ കയറിയിട്ടാണ് ഡ്രസ്സ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് നെസ്റ്റോയിൽ പോവുകയാണ്. നെസ്റ്റോയിൽ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നും ഇതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സൈഡിനെയാണ്. ഞാൻ എൻ്റെ വണ്ടി താഴെയാണ് വെച്ചത്. അപ്പം ഞങ്ങൾ സൈഡിനെ വെയിറ്റ് ചെയ്ത് സൈഡ് എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഈ പാലാഴിയിൽ ഓൺ ദ വേ അവിടെ നൈറ്റിൽ ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ഉള്ളൊരു സ്പോട്ടുണ്ട്. അവിടെ എപ്പോഴും രാത്രി നൈറ്റിൽ തിരക്ക് കാണാം. അപ്പം ഞങ്ങൾ അവിടെ പോയി. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. പക്ഷെ വാമി കഴിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സിനെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും വെള്ളം പെട്ടെന്ന് എന്നിട്ട് ഞങ്ങൾക്ക് ദാഹം വെള്ളം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ദാഹമാണ്. സേട്ടനും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ടാറ്റാ.